ശരി. ഫോണിൽ വന്നേ. ഇത് അമ്മയുടെ ഫോണാ. അതെനിക്ക് മനസ്സിലായി. നീ ആരും കുഴിപ്പുറത്തെ അമ്മേനെ വിളിച്ച് കുറ്റം പറയുന്നേ? ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല. കുറ്റമൊന്നും പറഞ്ഞില്ലെന്നാ ഞാൻ കേട്ട്. നീ പറഞ്ഞേക്കെ. ഞാനും പറഞ്ഞില്ല. അയ്യ, ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഒരാള് കുഴിപ്പുറത്തെ അമ്മേനെ വിളിച്ച് പറയാ ഇവിടെ കഴിക്കാൻ കൊള്ളാന്നൊന്നും ഇല്ലെന്ന്. ഇവിടെ എപ്പോഴും ദോശയും പാലും അല്ലേ? ദോശയും പാലിനും എന്തുവാ കുഴപ്പം? അവിടെ ആണെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഉണ്ട്. കല്ലു, ഞാൻ കടയിൽ പോകുമ്പോൾ ഉനക്ക് ക്രീം ബിസ്ക്കറ്റ് വാങ്ങി കൊടുക്കറേൻ. അതിന്റെ ആവശ്യമൊന്നുമില്ല ആന്റി. ഉള്ള സാധനമൊക്കെ അങ്ങ് കഴിച്ചാൽ മതി. ക്രീം ബിസ്ക്കറ്റ് എനിക്ക് അവിടെ കുപ്പിയിൽ കുറെ മിഠായി അടിച്ചു വെക്കും. അതെന്തായാലും ഇവിടെ നടക്കത്തില്ല. അവിടുത്തെ അമ്മൂമ്മ എനിക്ക് ചിക്കൻ കറി പൊരിച്ചു തരും. കങ്കാല് പൊരിച്ചരും പോലും. ചിക്കൻ കാല്? ചിക്കൻ കാല് അല്ല, കുഴിപ്പുറത്തെ അമ്മേ ഇവക്ക് ചിക്കൻ കാല് പൊരിച്ചു കൊടുക്കൂന്ന്. ഇവിടെ പൊരിച്ചു കൊടുക്കണം. ஆமா கல்லு, நீ வருத்தப்படாத. ஆண்டி உனக்கு சிக்கன் கால் பொரிச்சு கொடுக்கறேன். ആന്റി ഒന്ന് ചുമ്മാ ഇരി ആന്റി. നിനക്ക് ഞാൻ പേരും പറയും ചിക്കൻ കാല് തിന്നാനല്ലേ? പിന്നെ ഒരു കൊച്ചു കൊച്ചുങ്ങൾ ആഗ്രഹം പറഞ്ഞ ഞാൻ സാധിച്ചു കൊടുക്കണം. അങ്ങനെയാണല്ലേ അമ്മൂമ്മ? പിന്നെ വേണം വേണം. മക്കൾക്ക് അവിടെ അമ്മൂമ്മ വേറെന്തൊക്കെ തരും? മിഠായി തരും, എല്ലാം തരും. ഐസ്ക്രീമും തരും. ഐസ്ക്രീം മേടിച്ചു കൊടുക്കണം. മേടിച്ചു കൊടു. മക്കളുടെ അച്ഛനോടെ പറ ഇതെല്ലാം മേടിച്ചു ഇവിടെ കൊണ്ടുവന്ന് വെക്കാൻ. ക്യാരറ്റിന്റെ മറ്റേ അതും മേടിച്ചും കേക്കും. കേക്കോ? കുപ്പിയിൽ അടിച്ചു വെക്കും. സ്മൂത്തായിട്ട് ഇറങ്ങി പൊക്കോളും. ക്യാരറ്റിയേക്കാകുമ്പോ ക്യാരറ്റ് കേക്കോ? ആ, മേടിച്ചു തരുവോ? അതും അച്ഛനോട് പറ മേടിച്ചു തരാൻ. ഇവിടെ മേടിച്ചുകൊണ്ട് വെക്കാൻ പറ. കേശു തിന്നോളൂ. തനിക്ക് ഈ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ വേറൊരു കാര്യം കേട്ടാ, നിനക്ക് ഈ വീട്ടിൽ മേടിച്ചു വെക്കുന്ന സാധനങ്ങൾ തീരുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല, നിന്റെ കുഞ്ഞമ്മയാണ്. പാറു കുഞ്ഞമ്മ. അല്ല, കേശവൻ. അവളാണ്. കേശവൻ എല്ലാം തിന്നുന്നത്. കേശവൻ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എല്ലാം തിന്നാൻ കിട്ടും. കള്ളനാണ് കേശവൻ. ഞാൻ അമ്മൂമ്മ ഒരു കാര്യം ചോദിക്കട്ടെ. ഇരുന്നേ. മക്കള് മുമ്പേ കുഴിപ്പുറത്തെ അമ്മൂമ്മയോടെ എവിടെ പോകുന്ന കാര്യമായിരുന്നു പറഞ്ഞത്? അതൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് പറയൂല. മുത്തിന് അമ്മൂമ്മ പടവലത്ത് കൊണ്ടുപോകും. എനിക്ക് പടവല ഇപ്പൊ ഇഷ്ടമല്ല. അയ്യോ, പറയുന്നു കേട്ടോ, പടവല ഇഷ്ടമല്ലെന്ന്. ഇനി അങ്ങോട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. വേണ്ടേ, ഇയാളെ ഇത്രയായിരുന്ന സമയത്ത് ഒരു കുഞ്ഞു നിക്കറ് വിട്ടോണ്ട് ആ പറമ്പിലൊക്കെ കിടന്ന് ഓടുമായിരുന്നു. അപ്പൊ ഞാനേ ഉണ്ടായിരുന്നുള്ളൂ പുറവിനോടാന്, ഈ വയ്യാത്ത കാലും വെച്ചോണ്ട്. ഞാൻ വരുന്നില്ല. എന്നെ നോക്കണെന്തിന്? ഞാൻ എന്ത് ചെയ്തിട്ടാ? അമ്മൂമ്മ ഒരു കാര്യം ചെയ്യും, അവളെ ചുമ്മാ വെറുതെ വിട്, ചൊറിയാൻ നിക്കണ്ട. ആ, ഞാനാന്നല്ലോ ചൊറിയാൻ നിക്കുന്നത്. നീ ഓരോന്ന് പറയുന്നത് കേട്ടാണ് കൊച്ചോരോന്ന് പറയുന്നത്. ഞാൻ എല്ലാരെയും കണ്ട് പഠിക്കുന്നുണ്ട്. ഈ അമ്മൂമ്മ എപ്പോഴും പഴക്കണല്ലോ. കുഴിപ്പുറത്തെ അമ്മൂമ്മ പാവം. അത് കൊച്ചു പറഞ്ഞത് കറക്റ്റാ. അതെ, രണ്ടെണ്ണം കൂടെ ഇറങ്ങി ഇവിടുന്ന്. അമ്മയും മോളും അടുക്കളയിൽ ഇറങ്ങിയേ. പോയി കുഴിപ്പുറത്ത് നിന്നാ മതി, ഇവിടെ നിക്കണ്ട. ഇറങ്ങ്. അമ്മേ, ഞാൻ അച്ഛനെ കൂടെ കുഴിപ്പുറത്ത് പോയിക്കോട്ടെ? പൊക്കോ. പോവണ്ടെന്ന് ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല പോവണ്ടെന്ന്. പൊക്കോ. ആ, അങ്ങനാണെങ്കി എന്റെ പൊന്നുമോള് കുഴിപ്പുള്ളത്തോട്ട് പോകുമ്പോ മാമനും കൂടെ മക്കളുടെ കൂടെ വരും. മാമ എനിക്ക് ഒന്നും തിന്നാൻ കിട്ടത്തില്ല. അമ്മ കുഴിപ്പുറത്ത് പോവാം. ഒരു കുഴിപ്പള്ളംകാരി വന്നേക്കുന്നു. പോണെങ്കിൽ അങ്ങ് പോ. അവള് വരുന്നില്ല. വരികയാണെങ്കിൽ ഞാൻ നടന്നു പോയാൻ. ഞാനങ്ങ് നടന്നു പോയി. നോക്കി പിടിപ്പിക്കുന്നോ ലച്ചു? നീ മുമ്പ് ഏതാണ്ട് പറയാൻ വന്നില്ലായിരുന്നു? എന്തുവായിരുന്നത്? എന്തോ എന്നോട് ഏതാണ്ട് പറയാൻ വന്നിട്ട് പറഞ്ഞില്ല. ആ, അത് ഞാൻ മറന്നുപോയി. ഓർമ്മ വരുമ്പോ പറയാം. എന്താ? അമ്മൂമ്മ വിളിച്ച? അമ്മൂമ്മനെ വിളിച്ചേരാൻ എന്തിന്? അമ്മൂമ്മ എന്തിന്? ഒരു കാര്യം പറയാൻ. ഹലോ അമ്മൂമ്മ, ഒരു മിനിറ്റ്. അമ്മ എത്ര സമയമായി? സമയോ 11. 11 മണിയാണ്ട് എനിക്ക് ജ്യൂസ് പോലും കിട്ടിയില്ല. ആർക്കും ശ്രദ്ധയില്ല. എന്തു വലിച്ചു ഇത്? എനിക്ക് അറിഞ്ഞൂടാ, കൊച്ചല്ലേ.